ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നമ്മുടെ സൈന്യത്തിന്റെ ആകാശക്കണ്ണും കയ്യുമായിരുന്ന പഴയ ചീറ്റ ചെതക് ഹെലികോപ്റ്ററുകൾക്ക് ഇനി വിട പറയാൻ സമയമായി. പകരം വരുന്നത് ഒരു കരുത്തൻ, കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിൽ പോലും പറന്നിറങ്ങിയ ചരിത്രമുള്ള ഒരു ഹെലികോപ്റ്റർ. എന്താണ് ഈ ഹെലികോപ്റ്റർ? എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇന്ത്യക്ക് ഇത് എത്രത്തോളം നിർണായകമാണ്? നമുക്ക് നോക്കാം. നമ്മുടെ സൈന്യം കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കാശ്മീരിലും ലഡാക്കിലുമൊക്കെ ഉപയോഗിക്കുന്നത് ചീറ്റ ചെതക് ഹെലികോപ്റ്ററുകളാണ്. അക്കാലത്ത് അവ മികച്ചതായിരുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ ഇന്ന് കാലം മാറി, സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു. പഴയ ഹെലികോപ്റ്ററുകൾക്ക് ഇപ്പോൾ വേഗതയും ശേഷിയും കുറവാണ്. മാത്രമല്ല, അവ പരിപാലിക്കാൻ വലിയ ചിലവുമാണ്. ഈ സാഹചര്യത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹെലികോപ്റ്ററുകളിൽ ഒന്നായ എയർബസ് H125 ഇന്ത്യയിലെത്തിക്കാൻ തീരുമാനിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഫലമായാണ് ഈ വലിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. എന്താണ് എവറസ്റ്റ് റെക്കോർഡ്? ഈ ഹെലികോപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഇതിന്റെ കരുത്തിനെ കുറിച്ചാണ്. സാധാരണ ഹെലികോപ്റ്ററുകൾക്ക് വായു കുറഞ്ഞ അതിശക്തമായ തണുപ്പുള്ള ഉയർന്ന മലനിരകളിൽ പ്രവർത്തിക്കാൻ വലിയ പ്രയാസമാണ്. എന്നാൽ 2005 ഈ ഹെലികോപ്റ്റർ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എവറസ്റ്റ് കൊടുമുടിയിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 29,000 അടി ഉയരത്തിൽ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ച വേറെ ഒരു ഹെലികോപ്റ്ററും ഇല്ല. അതുകൊണ്ട് തന്നെ സിയാച്ചിൻ പോലുള്ള ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമികളിൽ നമ്മുടെ സൈനികർക്ക് ആഹാരവും മരുന്നും എത്തിക്കാനും ശത്രുക്കളെ നിരീക്ഷിക്കാനും ഇതിലും നല്ലൊരു പകരക്കാരൻ വേറെയില്ല. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇത് നമ്മൾ വിദേശത്ത് നിന്ന് വെറുതെ വാങ്ങി കൊണ്ടുവരികയല്ല എന്നതാണ്. ഫ്രഞ്ച് കമ്പനിയായ എയർബസും ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പും കൈകോർത്ത് കർണാടകയിലാണ് ഈ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ കമ്പനി ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത് എന്നത് അഭിമാനകരമായ കാര്യമാണ്. ഇത് നമ്മുടെ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ്. ഇതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കുമെന്നും ഏകദേശം 1000 കോടി രൂപയുടെ നിക്ഷേപം നാട്ടിലുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇനി ഇതിന്റെ സൈനിക വകഭേദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മിസൈലുകളും റോക്കറ്റുകളും വഹിക്കാനുള്ള ശേഷിയുണ്ട്. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ മലനിരകളിലൂടെ വളരെ താഴ്ന്നു പറക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. രാത്രിയിലും വ്യക്തമായി കാണാൻ സഹായിക്കുന്ന അത്യാധുനിക ക്യാമറകളും സെൻസറുകളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ആക്രമണം നടത്താനും ഇത് നമ്മുടെ സൈന്യത്തിന് വലിയ കരുത്താകും. വെറും ഒരു പ്രതിരോധ ആയുധം എന്നതിലുപരി ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത്. 2027 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. ഇത് നമ്മുടെ സൈനികരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക മാത്രമല്ല, സാമ്പത്തികമായി ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. ചീറ്റകൾക്ക് വിട നൽകി ഈ എവറസ്റ്റ് കരുത്തൻ ആകാശത്തേക്ക് ഉയരുമ്പോൾ അത് ഇന്ത്യയുടെ അഭിമാന നിമിഷമായിരിക്കും. 1990 അവതരിപ്പിച്ച സൈനിക വകഭേദമായ H125M H125ന്റെ കൂടുതൽ കരുത്തുറ്റ പതിപ്പാണിത്. ഈ മോഡലിൽ ദൗത്യത്തിനനുസരിച്ച് റോക്കറ്റുകൾ, മിസൈലുകൾ, ഗൺപോഡുകൾ തുടങ്ങിയ ആയുധങ്ങൾ സംവിധാനങ്ങൾ ഘടിപ്പിക്കാനാകും. ശത്രുവിന്റെ റഡാർ കണ്ടെത്തൽ ഒഴിവാക്കാൻ വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന നാഫ് ഓഫ് ദി എർത്ത് രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ശേഷി ഇതിനെ ഒരു ശക്തമായ ആക്രമണ നിരീക്ഷണ ഹെലികോപ്റ്ററാക്കി മാറ്റുകയാണ്. ലോകത്തെ 35ലധികം രാജ്യങ്ങളിലായി 44 സായുധ സേനകൾ ഈ മോഡൽ ഉപയോഗിക്കുന്നുണ്ടെന്നും 400ലധികം സൈനിക വകഭേദങ്ങൾ സേവനത്തിലുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയാണ് ഈ പ്രത്യേക വകഭേദം നിർമ്മിക്കുന്നത്. M എന്നാൽ മിലിറ്ററി എന്നാണ് അർത്ഥം. കാഴ്ചയിൽ സിവിൽ മോഡലിനെ പോലെ ഇരിക്കുമെങ്കിലും ഉള്ളിൽ ഇതൊരു യഥാർത്ഥ പോരാളിയാണ്. ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ സഹായിക്കുന്ന പ്രത്യേക പെയിന്റുകളാണ് ഇതിന് നൽകുന്നത്. കൂടാതെ യുദ്ധ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഇതിൽ മിസൈലുകളും റോക്കറ്റുകളും മെഷീൻ ഗണ്ണുകളും ഘടിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ മലയിടുക്കുകളിലൂടെ വളരെ താഴ്ന്നു പറക്കാനുള്ള പ്രത്യേക സാങ്കേതിക വിദ്യയും ഇതിലുണ്ട്. ഇന്ത്യക്ക് ഈ പദ്ധതി നൽകുന്ന ഏറ്റവും വലിയ തന്ത്രപരമായ നേട്ടം രാജ്യത്തിന്റെ അതിരുകൾ കാക്കുന്ന സൈനിക യൂണിറ്റുകൾക്ക് കൂടുതൽ ശക്തമായ എയർ സപ്പോർട്ട് ലഭിക്കുമെന്നതാണ്. പ്രത്യേകിച്ച് ഹിമാലയൻ മേഖലകളിൽ ചീറ്റ ചേതക് പോലുള്ള പഴയ ഹെലികോപ്റ്ററുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ആദർശ പിൻഗാമി എന്ന നിലയിലാണ് എയർബസ് തന്നെ H125M അവതരിപ്പിക്കുന്നത്. ഉയർന്ന ഉയരവും കടുത്ത തണുപ്പും കാറ്റുമുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ ഹെലികോപ്റ്ററിനുള്ളതിനാൽ ഇത് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ ശേഷിയിൽ വലിയ മാറ്റം വരുത്തുമെന്നാണ് വിലയിരുത്തൽ.
H-125 ഹെലികോപ്റ്റർ തന്ത്രപരമായ നിരീക്ഷണത്തിലും നിരീക്ഷണ ദൗത്യങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് എയർബസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി നിരീക്ഷണം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, മെഡിക്കൽ അടിയന്തര സേവനങ്ങൾ, അഗ്നിശമന പ്രവർത്തനങ്ങൾ, നിയമപാലന രംഗം, ടൂറിസ്റ്റ് മേഖല എന്നിവയിലും ഇതിന് വൻ സാധ്യതകളുണ്ട്. അതായത് ഇത് വെറും പ്രതിരോധ മേഖലയിൽ ഒതുങ്ങുന്ന ഒരു ഹെലികോപ്റ്റർ പദ്ധതി മാത്രമല്ല, രാജ്യത്തിന്റെ പൊതുസുരക്ഷാ സേവന മേഖലകളിലും വലിയ പ്രയോജനമുണ്ടാക്കുന്ന ഒരു സംരംഭമാണ്. ഇതോടൊപ്പം ഇന്ത്യയിൽ നിർമ്മിച്ച H-125 ഹെലികോപ്റ്ററുകൾ ദക്ഷിണേഷ്യൻ വിപണിയിൽ കൂടുതൽ ലാഭകരമായ നിരക്കിൽ എത്തിക്കാനാകുമെന്നും എയർബസ് പറയുന്നു. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം ഹെലികോപ്റ്ററുകൾക്കുള്ള ആവശ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഒരു നിർമ്മാണ കേന്ദ്രമായി മാറുന്നതോടെ കയറ്റുമതിയിലും വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ വഴികൾ തുറക്കുന്നതാണ്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് നയം പ്രതിരോധ മേഖലയിലും പ്രാവർത്തികമാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി H-125 പദ്ധതി മാറുകയാണ്. ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുന്നതിലൂടെ ഹെലികോപ്റ്റർ നിർമ്മാണത്തിലെ സാങ്കേതിക പരിചയവും മാനേജ്മെന്റ് കഴിവുകളും ഇന്ത്യൻ വ്യവസായ മേഖലയിലേക്ക് വ്യാപിക്കുമെന്നത് പ്രധാന നേട്ടമാണ്. വിദേശ സാങ്കേതിക വിദ്യയെ ഇന്ത്യയിൽ ഉൾക്കൊണ്ട് പ്രാദേശികമായി നിർമ്മാണ ശേഷി വളർത്തുക എന്നതായിരുന്നു വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഉയർന്ന ആവശ്യം. ഈ പദ്ധതിയിലൂടെ അതിലേക്ക് വലിയൊരു ചുവടുമാറ്റം സംഭവിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തുകൊണ്ട് ടാറ്റയെ തിരഞ്ഞെടുത്തു? ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ കമ്പനിയായ ടാറ്റയും എയർബസും തമ്മിലുള്ള ഈ കരാർ വളരെ വലുതാണ്. ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി സ്വന്തമായി ഹെലികോപ്റ്റർ നിർമ്മിച്ച അത് പരീക്ഷിച്ച് പുറത്തിറങ്ങുന്നത് ഇതാദ്യമാണ്. അതായത് ഇനി മുതൽ ഹെലികോപ്റ്റർ നിർമ്മാണത്തിനായി നമ്മൾ സർക്കാരിനെ മാത്രം ആശ്രയിക്കേണ്ടി വരില്ല. 2027 ലക്ഷ്യം ഈ പദ്ധതി വെറുമൊരു പ്രഖ്യാപനം മാത്രമല്ല, ഇതിന്റെ പണികൾ വേഗത്തിൽ നടക്കുകയാണ്. 2027 തുടക്കത്തിൽ തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ H-125 ഹെലികോപ്റ്റർ പുറത്തിറങ്ങും. ഈ ഒരു പദ്ധതിയെ വെറും ഒരു ഹെലികോപ്റ്റർ നിർമ്മാണം മാത്രമായി കാണാൻ കഴിയില്ല. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന വലിയ സ്വപ്നത്തിന്റെ വിജയമാണ്. പണ്ട് സൂചിയും നൂലും വരെ വിദേശത്ത് നിന്ന് വരുന്നത് നോക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച അത്യാധുനിക ഹെലികോപ്റ്ററുകൾ നമ്മുടെ മണ്ണിൽ നമ്മുടെ ആളുകൾ നിർമ്മിക്കാൻ പോവുകയാണ്. ഇത് പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്. ഇന്ത്യയെ വെറും ഒരു വിപണിയായി മാത്രം കണ്ടിരുന്ന വിദേശ കമ്പനികളെ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഫാക്ടറികൾ തുടങ്ങിക്കാനും ഇവിടെയുള്ളവർക്ക് തൊഴിൽ നൽകാനും സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുക എന്ന മോദിയുടെ ദീർഘവീക്ഷണമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ടാറ്റയെ പോലുള്ള ഇന്ത്യൻ കരുത്തന്മാർ ഇതിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോൾ ലോകത്തിന് ഒരു സന്ദേശം കൂടിയുണ്ട്. ഇന്ത്യ ഇനി വാങ്ങുക മാത്രമല്ല, ലോകത്തിന് ആവശ്യമായത് മികച്ച നിലവാരത്തിൽ നിർമ്മിച്ചു നൽകുകയും ചെയ്യും. ഈ ഒരു മാറ്റം നമ്മുടെ സൈന്യത്തിന് കരുത്ത് പകരുക മാത്രമല്ല, വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു വലിയ നേട്ടം കൂടിയാണ്. ആകാശത്തെ ഈ പുതിയ കരുത്തൻ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ചീറ്റയും ചേതക്കും നൽകിയ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ആധുനിക ഇന്ത്യയുടെ കരുത്തുമായി H-125 ഹെലികോപ്റ്ററുകൾ ഇനി നമ്മുടെ ആകാശം ഭരിക്കും. ഇത് കേവലം ഒരു ഹെലികോപ്റ്ററിന്റെ വരവല്ല, മറിച്ച് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തു നിന്നും അവ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നതിന്റെ അടയാളമാണ്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണവും മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയും എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ടാറ്റയും എയർബസും കൈകോർക്കുമ്പോൾ പിറക്കുന്നത് ഒരു പുതിയ ചരിത്രമാണ്. ഇന്ത്യയുടെ അതിർത്തികൾ ഇനി കൂടുതൽ സുരക്ഷിതമായിരിക്കും. നമ്മുടെ ആത്മനിർഭർ സ്വപ്നങ്ങൾ ഇനി ആകാശത്തോളം ഉയരത്തിൽ പറക്കും. പുതിയ ഇന്ത്യയുടെ ഈ കുതിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനമില്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.